നമസ്കാരം, കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിംഗ അവബോധം അല്ലെങ്കിൽ ജെൻഡർ റോൾസ്, ജെൻഡർ ബയസ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ജെൻഡർ നോംസും ജെൻഡർ ഇക്വാലിറ്റിയും ഇവ തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും ദിവസത്തെ വീഡിയോ സീരീസിലൂടെ നമ്മൾ 15 മാർക്കിൻ്റെ ഏറെക്കുറെ ഒരു 70% നമ്മൾ കവർ ചെയ്തു. ഈ പച്ച കളറിൽ നൽകിയിരിക്കുന്ന കണ്ടീഷനിങ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു. ഇന്നത്തെ വീഡിയോ ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങളും LCCയുടെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഏറെക്കുറെ എല്ലാ ടോപ്പിക്കും നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുൻപത്തെ വീഡിയോകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോകളിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. ആദ്യത്തെ ചോദ്യം, വീട്ടുജോലികൾ പ്രധാനമായും സ്ത്രീകൾ ചെയ്യണം എന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? എ. ജൈവികമായ ധർമ്മം, ബി. ലിംഗപരമായ ധർമ്മം, സി. ലിംഗസമത്വം, ഡി. വ്യക്തിപരമായ താല്പര്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലിംഗപരമായ ധർമ്മം അല്ലെങ്കിൽ ജെൻഡർ റോൾസ്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ലിംഗപരമായ ധർമ്മങ്ങളെ രൂപപ്പെടുത്തുന്ന ഘടകം ഏതാണ്? എ. കുടുംബം, ബി. വിദ്യാഭ്യാസം, സി. മാധ്യമങ്ങൾ, ഡി. ഇവയെല്ലാം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. കുടുംബവും സമൂഹവും വിദ്യാഭ്യാസവും മാധ്യമങ്ങളും എല്ലാം ലിംഗപരമായ ധർമ്മങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, കുട്ടികളെ നോക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമാണോ അല്ലയോ? ഓപ്ഷൻ എ അതെ, ബി അല്ല, മാതാപിതാക്കളുടെ തുല്യ പങ്കാളിത്തമാണ് വേണ്ടത്, സി. അമ്മമാർക്ക് മാത്രമേ സ്നേഹം നൽകുവാൻ കഴിയൂ, ഡി. അച്ഛൻ പണം സമ്പാദിച്ചാൽ മാത്രം മതി. ശരി ഉത്തരം അല്ല, മാതാപിതാക്കളുടെ തുല്യ പങ്കാളിത്തമാണ് വേണ്ടത്. നാലാമത്തെ ചോദ്യം, ലിംഗപരമായ ധർമ്മങ്ങൾ മാറാൻ കഴിയുന്നവയാണോ അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നവയാണോ? ഓപ്ഷൻ എ അതെ, ബി അല്ല, സി. പ്രകൃതി വിരുദ്ധമാണ്, ഡി. ശാസ്ത്രീയമല്ല. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, അതെ. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അഞ്ചാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ കഴിയില്ല എന്നത് ഏത് രീതിയിലുള്ള ചിന്തയാണ്? എ. ശരിയായ ധാരണ, ബി. ലിംഗപരമായ മുൻവിധി, സി. കഴിവുകേട്, ഡി. ജൈവികമായ കുറവ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലിംഗപരമായ മുൻവിധി അല്ലെങ്കിൽ ജെൻഡർ ബയാസ് എന്ന് പറയും. ആറാമത്തെ ചോദ്യം, ജോലിക്ക് ആളെ എടുക്കുമ്പോൾ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എ. ലിംഗപരമായ പക്ഷപാതം, ബി. കാര്യക്ഷമത, സി. നയം, ഡി. സാമൂഹിക സേവനം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ലിംഗപരമായ പക്ഷപാതം അല്ലെങ്കിൽ ജെൻഡർ ബയാസ്. ഏഴാമത്തെ ചോദ്യം, ക്ലാസ് മുറിയിൽ ആൺകുട്ടികൾക്ക് കൂടുതലും അവസരം നൽകുന്നത് ശരിയാണോ? ഓപ്ഷൻ എ അതെ, ബി അല്ല, സി. അവർക്ക് ബുദ്ധി കൂടുതലാണ്, ഡി. മിണ്ടാതിരിക്കുന്നത് കുട്ടികൾക്ക് നല്ലതല്ല. ശരി ഉത്തരം ഓപ്ഷൻ ബി അല്ല, എല്ലാവർക്കും തുല്യമായ പരിഗണന ഉറപ്പാക്കണം. എട്ടാമത്തെ ചോദ്യം, തൊഴിൽ മേഖലയിൽ ലിംഗപരമായ വിവേചനം ഉണ്ടാകാറുണ്ടോ? എ ഇല്ല, ബി അതെ പലപ്പോഴും, സി. അത് നല്ലതാണ്, ഡി. പുരുഷന്മാർ മാത്രം പണിയെടുത്താൽ മതി. ശരി ഉത്തരം ബി ആണ്, അതെ പലപ്പോഴും ഇത് നടക്കുന്നുണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, സ്പോർട്സ് മേഖലയിൽ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല എന്ന് വിചാരിക്കുന്നത് പക്ഷപാതമാണോ? ഓപ്ഷൻ എ അല്ല, ബി അതെ, സി. സ്വാഭാവികമാണ്, ഡി. കായിക ശേഷി കുറവാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി അതെ, അവസരം നൽകിയ എല്ലാ മേഖലയിലും ഇത് തെളിയിക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്നു. അടുത്ത ചോദ്യം, വീട്ടിലെ സ്വത്ത് വിഭജനത്തിൽ ലിംഗവിവേചനം പാടുണ്ടോ? ശരി ഉത്തരം ഇല്ല, തുല്യമായിരിക്കണം. 11ാമത്തെ ചോദ്യം, നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആണുങ്ങൾ കരയാൻ പാടില്ല എന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? എ. ധീരത, ബി. ലിംഗപരമായ സ്റ്റീരിയോടൈപ്പ്, സി. സഹിഷ്ണുത, ഡി. അറിവില്ലായ്മ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലിംഗപരമായ സ്റ്റീരിയോടൈപ്പ്. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് മനുഷ്യ സഹജമാണ്, അത് ലിംഗവുമായി ബന്ധപ്പെട്ടതല്ല. 12ാമത്തെ ചോദ്യം, പിങ്ക് പെൺകുട്ടികൾക്കും നീല ആൺകുട്ടികൾക്കും എന്ന സങ്കല്പം ഏത് ഗണത്തിൽ പെടുന്നു? എ. സ്റ്റീരിയോടൈപ്പ്, ബി. ഫാഷൻ, സി. നിയമം, ഡി. സൗന്ദര്യം.
ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. നിറങ്ങളെ ലിംഗവുമായി ബന്ധിപ്പിക്കുന്നത് വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. 13ാമത്തെ ചോദ്യം, സ്ത്രീകൾ വൈകാരികമായി തളരുന്നവരാണ് എന്ന പ്രസ്താവന ശരിയാണോ? ഓപ്ഷൻ എ അതെ, ബി അല്ല, അതൊരു ജെൻഡർ സ്റ്റീരിയോടൈപ്പാണ്, അവർ ദുർബലരാണ്, ഡി എപ്പോഴും കരയും. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, അതൊരു സ്റ്റീരിയോടൈപ്പ് ആണ്. 14ാമത്തെ ചോദ്യം, അടുക്കളപ്പണി സ്ത്രീകൾക്ക് ജന്മന അറിയുന്നവയാണോ? ഓപ്ഷൻ എ അതെ, ഓപ്ഷൻ ബി അല്ല, അതൊരു പരിശീലനത്തിലൂടെ ലഭിക്കുന്ന അറിവാണ്, സി അവർക്ക് അത് ഇഷ്ടമാണ്, ഡി ഇവയൊന്നുമല്ല. ശരി ഉത്തരം അല്ല. സ്റ്റീരിയോടൈപ്പ് സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? എ പുരോഗതിയെ തടയുന്നു, ബി അച്ചടക്കം നൽകുന്നു, സി മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഡി എല്ലാവർക്കും സന്തോഷം നൽകുന്നു. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, പുരോഗതിയെ തടയുകയാണ് ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം, ജെൻഡർ നോംസുമായി ബന്ധപ്പെട്ടതാണ്. ലിംഗപരമായ മാനദണ്ഡങ്ങൾ എന്നാൽ എന്ത്? മതപരമായ നിയമങ്ങൾ, ബി സമൂഹം അംഗീകരിച്ച ലിംഗപരമായ പെരുമാറ്റ രീതികൾ, സി ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ, ഡി ശാരീരിക പ്രത്യേകതകൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമൂഹം അംഗീകരിച്ച ലിംഗപരമായ പെരുമാറ്റ രീതികൾ എന്നുള്ളത്. വസ്ത്രധാരണത്തിൽ ലിംഗപരമായ മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇല്ലയോ? എ ഉണ്ട്, ബി ഇല്ല, സി അത് നല്ലതാണ്, ഡി പണ്ട് മുതലേ ഉള്ളതാണ്. ശരി ഉത്തരം ഉണ്ട് എന്നുള്ളത്. രാത്രി പുറത്തിറങ്ങാൻ പെൺകുട്ടികൾക്ക് മാത്രം വിലക്ക് ഏർപ്പെടുത്തുന്നത് ശരിയാണോ? എ അത് സുരക്ഷയ്ക്ക് വേണ്ടി, ബി അല്ല, അത് വിവേചനപരമായ മാനദണ്ഡമാണ്, സി അവർക്ക് പേടിയാണ്, ഡി വീട്ടിലിരിക്കുന്നതാണ് ഉചിതം. ശരി ഉത്തരം ഓപ്ഷൻ ബി അല്ല, എല്ലാവർക്കും തുല്യമായ സാഹചര്യമാണ് വേണ്ടത്. 19ാമത്തെ ചോദ്യം, മാനദണ്ഡങ്ങൾ എന്നവരെ സമൂഹം എങ്ങനെ കാണുന്നു? എ ആദരിക്കുന്നു, കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്നു, സഹായിക്കുന്നു, അവർക്ക് അവാർഡ് നൽകുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, പലപ്പോഴും കുറ്റപ്പെടുത്തുന്നു. 20ാമത്തെ ചോദ്യം, ലിംഗപരമായ മാനദണ്ഡങ്ങൾ ശാശ്വതമാണോ? എ അതെ, ബി അല്ല, ബോധവൽക്കരണത്തിലൂടെ മാറ്റാൻ സാധിക്കും, സി എപ്പോഴും നിലനിൽക്കും, ഡി മാറ്റം പ്രകൃതി വിരുദ്ധമാണ്. ഓപ്ഷൻ ബി അല്ല. ലിംഗസമത്വം എന്നാൽ എന്താണ്? എ സ്ത്രീകൾക്ക് മാത്രം സൗകര്യം നൽകുക, ബി എല്ലാവർക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പാക്കുക, സി പുരുഷ ആധിപത്യം, ഡി കുടുംബം തകർക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പാക്കുക. സമത്വത്തിലൂടെ വികസനം സാധ്യമാണോ? എ അതെ, ബി ഇല്ല, സി തടസ്സപ്പെടും, ബി സാമ്പത്തിക നഷ്ടമുണ്ടാകും. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, അതെ. ഭരണഘടന ലിംഗസമത്വം ഉറപ്പു നൽകുന്നുണ്ടോ? ഉണ്ട്, അനുച്ഛേദം 14, 15 എന്നിവയിലൂടെ. ബി ഇല്ല, പുരുഷന്മാർക്ക് മാത്രം, ഡി ചിലർക്ക് മാത്രം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 14, 15 തുല്യ ജോലിക്ക് തുല്യ ശമ്പളം എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? എ കാരുണ്യം, ബി ലിംഗസമത്വം, സി ഭാഗ്യം, ഡി ആവശ്യകതയില്ല. ബി ലിംഗസമത്വം, ജെൻഡർ ഈക്വാളിറ്റി ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ലിംഗസമത്വത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്ത്? ഓപ്ഷൻ എ പണം, ബി മനോഭാവത്തിലെ മാറ്റം, സി കൂടുതൽ നിയമങ്ങൾ, ഡി മറ്റുള്ളവരെ ശിക്ഷിക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, മനോഭാവത്തിലെ മാറ്റം. ലിംഗ അവബോധം അല്ലെങ്കിൽ ജെൻഡർ അവയർനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, ബി ലിംഗപരമായ വിവേചനങ്ങളെ തിരിച്ചറിയാനും തിരുത്തുവാനുമുള്ള കഴിവ്, സി സ്ത്രീകളെ പേടി, ഡി എല്ലാവരും ഒരുപോലെയാകുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലിംഗപരമായ വിവേചനങ്ങളെ തിരിച്ചറിയാനും തിരുത്തുവാനുമുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭാഷയിൽ ലിംഗസമത്വം പാലിക്കുന്നത് എങ്ങനെയാണ്? ഇത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും സെയിം ഉത്തരമാണ് വരിക. ലിംഗഭേദമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക, അതായത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആയിട്ട് വരും നമ്മൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ. ബി ആണുങ്ങൾക്ക് മാത്രം അഭിസംബോധന ചെയ്യുക, സി മിണ്ടാതിരിക്കുക, ഡി വിദേശ ഭാഷകൾ സംസാരിക്കുക. ശരി ഉത്തരം ലിംഗഭേദമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ അല്ലെങ്കിൽ
വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇത് ആനുകാലികമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുക. 28ാമത്തെ ചോദ്യം, ഒരു തൊഴിൽ സ്ഥലത്ത് ലിംഗ അവബോധമുള്ളതിൻ്റെ ലക്ഷണം എന്താണ്? എല്ലാവർക്കും ബഹുമാനം നൽകുക, വിവേചനരഹിതമായ പെരുമാറ്റം, സുരക്ഷിതമായ അന്തരീക്ഷം, ഇവയെല്ലാം. ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് ശരി ഉത്തരം. ലിംഗ അവബോധം കുട്ടികളിൽ വളർത്തുന്നത് എപ്പോഴാണ് വേണ്ടത്? എ ചെറുപ്പം മുതലേ, ബി കോളേജിൽ എത്തുമ്പോൾ, സി കല്യാണം കഴിയുമ്പോൾ, ഡി ജോലി കിട്ടുമ്പോൾ. ശരി ഉത്തരം ചെറുപ്പം മുതലേ. ലിംഗ അവബോധം ഒരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഗുണം എന്ത്? പരസ്പര ബഹുമാനവും സമത്വവും, ബി പണം, സി വിനോദം, കുറച്ചു പേർക്ക് മാത്രം ഗുണം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, പരസ്പരം ബഹുമാനവും സമത്വവും വരുന്നു. അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, താങ്ക് യു.